ഓം സർവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രോഗങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അതിന് നേരത്തെ അതിൻ്റേതായ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഭാവിയിൽ പരിണമിച്ച് രോഗങ്ങളായി പ്രകടമാകുന്നതാണ് ശരീരത്തിൽ കാണുന്ന രോഗങ്ങൾ. അവയെ ദിവ്യമായ ധ്യാനം കൊണ്ട് ഈ രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണമായവയെ സംസ്കരിച്ചു കളഞ്ഞാൽ ആ രോഗങ്ങൾ പിന്നെ അവിടെ പ്രകടമാവില്ല. ഈ രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാകുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ പൂർവികരായിട്ടുള്ള പാരമ്പര്യമായും ഒരു ജീവൻ പിന്നിട്ട ജീവിതത്തിൽ നിന്ന് സംഭരിച്ച തെറ്റായ ജീവിതചര്യയിൽ നിന്നും പലവിധ പാപ ശാപ ദോഷങ്ങളിൽ നിന്നും പ്രകൃതി ദോഷങ്ങളിൽ നിന്നുമെല്ലാം സംഭരിച്ചു പോന്ന പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ അടിഞ്ഞുകൂടി ക്രമത്തിൽ ദുഷിച്ച് രോഗപീഠാദികളായി പുറത്ത് പ്രകടമാകുമ്പോഴാണ് നാം രോഗത്തെ അറിയുന്നത്. അപ്പോഴാണ് നാം ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാനും മാറ്റാനുമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നാം പറഞ്ഞു വരുന്നത് ശരീരത്തിൻ്റെ പുറത്ത് കാണുന്ന പ്രകടമാകുന്ന രോഗങ്ങൾക്ക് കാരണം പല അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭൂതകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അവയെ ദിവ്യമായ ധ്യാനം കൊണ്ട് സംസ്കരിച്ച് കളഞ്ഞാൽ ഈ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. അങ്ങനെയുള്ളൊരു ധ്യാനത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. രോഗങ്ങൾ കൊണ്ടും മറ്റു പല മാനസിക പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർക്ക് അതിപ്രധാനമാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുന്നൊരു ദിവ്യ ഔഷധമാണ്. നമ്മളിൽ കുടികൊള്ളുന്ന ദുഷിച്ച അണുക്കളെയെല്ലാം സംസ്കരിച്ച് സ്ഫുടം ചെയ്തെടുക്കാനുള്ള കഴിവ് ധ്യാനത്തിനുണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ദിവ്യത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി, ഈ വക പ്രയാസങ്ങളുള്ള ഒരു വ്യക്തി ധ്യാനിച്ചാൽ അയാൾക്ക് ആ രോഗപീഠാദികളിൽ നിന്നെല്ലാം മുക്തി കിട്ടും. അപ്പോൾ രോഗപീഠാദികളും മാനസിക പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് അവയെല്ലാം നീങ്ങി സുഖപ്രദമായ ആരോഗ്യത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കണം എന്നും താല്പര്യമുള്ള ഏതൊരാൾക്കും ധ്യാനം അത്യാവശ്യമാണ്. ധ്യാനം കൊണ്ട് ഈ പറയുന്ന വിഷമഘട്ടങ്ങളെല്ലാം നീക്കിക്കൊണ്ട് സുഖപ്രദമായ ആനന്ദപൂരിതമായ ഒരു ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. അതിന് സാധന ചെയ്യാനുള്ള മാനസികാവസ്ഥയും അതിനുള്ള സാഹചര്യങ്ങളും മാത്രം മതി. ഇന്ന് രോഗങ്ങൾ വരുമ്പോൾ അനവധി രൂപ ചെലവ് ചെയ്തും സമയമില്ലെങ്കിലും സമയങ്ങൾ കണ്ടെത്തി ആശുപത്രികളിൽ ചെന്ന് എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. അതിന് തയ്യാറാണ്. എന്നാൽ ദിവ്യമായ പ്രകൃതിതത്വമായ ഈശ്വരീയമായ ദൈവികമായ ഈ പുനഃപരിവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ശുദ്ധീകരണ ക്രിയയാണ് ധ്യാനം. അത് മനസ്സിലാക്കി ചെയ്യാൻ മിക്കവരും മടി കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് ആശുപത്രികളിൽ പോകാനും പൈസ ചെലവ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു പല ക്രിയകളൊക്കെ ചെന്ന്
ഈ രോഗപീഠാദികളെ മാറ്റാൻ അവർ ശ്രമിക്കുമ്പോഴും ദിവ്യമായ ദൈവികമായ ആ ധ്യാനത്തിലൂടെ അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല. അതാണ് വാസ്തവം. എന്നാൽ ധ്യാനത്തിന് നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രോഗപീഠാദികൾക്ക് കാരണമായ അണുക്കളെ സംസ്കരണം ചെയ്ത് ശരീരത്തെ ശുദ്ധിയാക്കിയെടുക്കാൻ കഴിയും. അതിൽ സംശയമേ വേണ്ട. ഞാൻ ഇവിടെ ഈ ഒരു മേഖലയിൽ വന്നിട്ട് അനവധി പേർക്ക് ഈ പറയുന്ന അവസ്ഥകളിൽ നിന്ന് ധ്യാനം കൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് വളരെ സുഖപ്രദമായിട്ട് ജീവിക്കുന്നു. ഇപ്പം മരിച്ചു പോകുമെന്ന് പോലും പറഞ്ഞ വ്യക്തികൾ ഈ ധ്യാനം കൊണ്ട് രക്ഷപ്പെട്ട് ഇന്ന് ആ ദൈവികമായ അവബോധത്താൽ ജീവിച്ചു പോകുന്നുണ്ട്. അനവധി കുടുംബങ്ങളാണ് ഇന്ന് ഈ രീതിയിൽ നാം പറഞ്ഞു കൊടുത്ത രീതിയിൽ ധ്യാനിച്ച് അവരിലെ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങി ആനന്ദപരമായ ജീവിതം ജീവിച്ചു പോയിരുന്നതെന്ന് പറയുന്നത് അനുഭവം കൊണ്ടാണത്. ഇവിടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തി വന്നിരുന്നു. ഞാനൊരു അനുഭവം പറയുന്നു കേട്ടോ. അനവധി അനുഭവങ്ങളിൽ ഒരനുഭവമാണ് ഈ പറയുന്നത്. അയാൾ അവിടെ സിനിമാ ലോകത്ത് ഈ എന്താ പറയുക, ഈ സ്റ്റണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡൂപ്പാണ് ആൾ അഭിനയിക്കുന്നത്. അപ്പോൾ അയാൾ അവിടെയാണ് ആൾക്ക് ജോലി ഇതാണ്. നേരത്തെ ഈ പറഞ്ഞ സ്റ്റണ്ട് ചെയ്യുന്ന ഹീറോയിൻ്റെ ഡൂപ്പായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അയാൾക്ക് അവിടെ ഏതോ ഒരു ബന്ധത്താൽ എയ്ഡ്സ് വന്നു. അപ്പോൾ അയാൾ സിലോൺ തമിഴനാണ്, അങ്ങനെ പറയേണ്ടി വരും. എനിക്കറിയുന്ന ഭാഷയായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് സിലോണിൽ നിന്ന് അവിടെ കുടിയേറി പാർത്ത ഒരു ഫാമിലിയാണ്. അയാളുടെ സഹോദരി ഇവിടെ എൻ്റെ മഠത്തിൻ്റെ അടുത്ത് ഒരു മലയാളി ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, അയാളുടെ സഹോദരിയെ. അങ്ങനെയുള്ള കണക്ഷൻസൊക്കെ വേറെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണില്ല. അങ്ങനെയുള്ള ഒരു ഫാമിലി. അപ്പോൾ ഈ സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ സഹോദരന് ഇങ്ങനെയുള്ളൊരു രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ധ്യാനം പറഞ്ഞു കൊടുത്തു. ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്നത് ശിവനെയാണെന്ന് മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നമുക്കറിയാവുന്ന വിഷയം, നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന വിഷയമാണ് ഇവരോടൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ അയാൾക്കൊരു ധ്യാനമുറ പറഞ്ഞു കൊടുത്തു. ഇതേപോലെ ധ്യാനിക്കും. അപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. ഈ സഹോദരിയുടെ ഭർത്താവിനെ മാത്രമേ ഞാൻ അറിയുള്ളൂ. അങ്ങനെ അയാൾ തമിഴ്നാട്ടിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് ധ്യാനിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ ധ്യാനിക്കേണ്ട ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ ധ്യാനം ആരംഭിച്ചു. അപ്പോൾ ഞാനൊരു 90 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 90 ദിവസം നിങ്ങൾ ധ്യാനിക്കുക. ഏതായാലും നിങ്ങൾക്ക് ഈ രോഗം വന്ന് പിടിപെട്ടിരിക്കുക. അപ്പം മരണം മുന്നിൽ നിൽക്കുന്നുണ്ട്, അത് പരീക്ഷിക്കൂ എന്നുള്ള രീതിയിൽ ധ്യാനം പറഞ്ഞു കൊടുത്തത്. സ്വാഭാവികമായിട്ട് ഈ അവസ്ഥയിൽ ധ്യാനിക്കും ചെയ്യുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിലുള്ള ധ്യാനം ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന മുറകൾ പോലെ ഞാൻ പറയുന്ന രീതിയിലൂടെ അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ദിവസം അയാൾ പറയുന്നത്, ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ 10-15 കിലോമീറ്റർ അപ്പുറം ഒരു ശിവക്ഷേത്രമുണ്ട്. ഇയാൾ ആ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ കിടക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അയാൾ എങ്ങനെ അവിടെ ചെന്നു, ഏത് രീതിയിലൊക്കെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അയാൾക്കും അത് അറിയില്ല എന്നാണ് പറഞ്ഞത്.
ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അയാളുടെ സഹോദരിയെ അറിയിച്ചു. അവരെന്നെ വന്ന് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെസ്റ്റ് ചെയ്ത് അത് എന്താണെന്ന് അറിയൂ, ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അയാളുടെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അവർ അതുപോലെ പോയി ചെയ്തു. അപ്പോൾ ഡോക്ടർ അയാളോട് ചോദിച്ചത്, എന്താ തനിക്ക് സംഭവിച്ചതാണ്? കാരണം കൗണ്ടിങ് കുറഞ്ഞിരിക്കണം, തൻ്റെ രോഗത്തിന് വളരെ ശമനമുണ്ടായിരിക്കണം എന്നാ പറഞ്ഞ്. അയാളിപ്പോഴും സുഖമായിട്ട് ആ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം അയാൾ എന്നെ കാണാൻ വന്നു. പിന്നെ മോഹൻലാലായിട്ട് ഉള്ള ഒരു സ്റ്റണ്ടിൻ്റെ ഒരു സീൻ ഒക്കെ ഉള്ളത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അയാൾ വളരെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ അയാൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം കൂടെ പറഞ്ഞത് ധ്യാനത്തിൻ്റെ മഹത്വമാണ്. പക്ഷേ അവിശ്വസനീയമായ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്നവരെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കും അറിയില്ല അതെന്താ സംഭവിച്ചതെന്ന്. ആ മനുഷ്യൻ ധ്യാനിച്ചും കൊണ്ടിരുന്നതേ അയാൾക്ക് ഓർമ്മയുള്ളൂ. കണ്ണ് തുറന്നപ്പോൾ 15 കിലോമീറ്ററിൻ്റെ അപ്പുറമുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ പടിക്കൽ നടയിൽ കിടക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ആത്മസാക്ഷാത്കാരം വേളയിൽ തളർന്ന് കിടക്കുന്ന സമയത്ത് ഒരു നാദം വന്ന വിവരം, ഒരു നാദം എൻ്റെ സർവകോശങ്ങളിലും നാഡികളിലും എൻ്റെ ഹൃദയത്തിലും, അത് വലിയൊരു സംഭവമാണ്. ഹൃദയത്തിൽ വന്നിട്ട് ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അത് വിശദീകരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ അത് അന്തരീക്ഷമല്ലായിരിക്കാം, അത് കുണ്ടലിനിയുടെ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിനും വേണമല്ലോ അതിൻ്റെ പിന്നിലൊരു ദിവ്യമായ ഏതെങ്കിലും ഒരു പ്രേരണയോ ശക്തിയോ. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ധ്യാനം കൊണ്ടുണ്ടായ എൻ്റെ അനുഭവത്തിൽ അനവധി കാര്യങ്ങളിൽ ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ധ്യാനം കൊണ്ട് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, അതായത് രോഗപീഠാദികൾ കൊണ്ടോ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടോ ഒക്കെ വിഷമിക്കുന്ന ഒരു ജീവനെ ധ്യാനം കൊണ്ട് അവയെല്ലാം നീങ്ങി സുഖപ്രദമായ ഒരു ജീവിതം, സമാധാനത്തോടും ശാന്തിയോടും കൂടിയുള്ളൊരു ജീവിതം ജീവിക്കാൻ കഴിയുകയും അന്ത്യത്തിൽ സായുജ്യം അണയാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ധ്യാനം കൊണ്ട് വന്നു ചേരുന്നുണ്ടെന്നാണ് നാം ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ മറ്റൊരു വിഷയം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പല രീതിയിലുള്ള ധ്യാനങ്ങളാണ് നടക്കുന്നത്. കുണ്ടലിനി ധ്യാനം, ക്രിയായോഗ ധ്യാനം, ഷഡാധാര ക്രിയ ധ്യാനം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പല രീതിയിലുള്ള ധ്യാനമുറകളാണ് ഇന്ന് നിലവിൽ ഗുരുക്കന്മാരും ധ്യാന ഗുരുക്കന്മാരും എല്ലാം ഇവിടെ നടത്തി വരുന്നത്. ഞാൻ പറയുന്നത് അവയെക്കുറിച്ചല്ല. ഇപ്പോൾ സിദ്ധികളിലൂടെ പോകുന്നുണ്ട്, പലവിധ സിദ്ധികൾ സമ്പാദിച്ച്, അതായത് സിദ്ധികളിലൂടെ പലവിധ വൈഭവങ്ങൾ കാണിച്ച് പല രീതിയിലുള്ള ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ധ്യാനം കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് ആ ഒരു രീതിയല്ല. രോഗപീഠാദികൾ കൊണ്ടും മനപ്രയാസം കൊണ്ടും കഴിയുന്ന ജീവാത്മാക്കൾക്ക് അതിൽ നിന്നെല്ലാം മുക്തി കിട്ടി ശാന്തിയോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം രൂപപ്പെടുത്തി അന്ത്യത്തിൽ മോക്ഷം പ്രാപിക്കാനുള്ള ഒരു വഴി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ സമ്പത്തുണ്ടാക്കാനും പേരുണ്ടാക്കാനും കുണ്ടലിനിയെ ഉണർത്തി അതിൻ്റേതായ വൈഭവങ്ങൾ കാണിച്ച് ഒക്കെയുള്ള ഒരു ആധ്യാത്മിക രീതിയല്ല ഞാനിവിടെ പറയുന്നത്. അത് വേറൊരു തലമാണ്, വേറൊരു സംഭവമാണ്. നാം പറയണത് എന്താ? ധ്യാനം കൊണ്ട്
മാനസികമായും ശാരീരികമായും രോഗപീഠാദികൾ കൊണ്ടുമൊക്കെ വിഷമിക്കുന്നവർക്ക് ദിവ്യമായ ധ്യാനം കൊണ്ട് അവയെല്ലാം സംസ്കരിച്ച് ശുദ്ധമായൊരു ജീവിതം സൃഷ്ടിച്ചുകൊണ്ട് മനസമാധാനത്തോടും ശാന്തിയോടും കൂടി ഈ ഭൂമിയിൽ കഴിയാം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള ധ്യാനവും സാധനമുറകളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ധ്യാനം അനവധി കാര്യങ്ങൾക്കുണ്ട്. അതെല്ലാം അതിൻ്റെതായ ഫലവും കിട്ടും. അതവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ എനിക്ക് വളരെ അധികം അനുഭവങ്ങളുണ്ട് പലതും. അതായത് ഇപ്പം എൻ്റെ കഴിവുകളും വൈഭവങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കതുകൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ആ പ്രയാസങ്ങൾ നീങ്ങി സുഖപ്രദമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ദിവ്യമായ ധ്യാനമാണ് ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങളെ അലട്ടുന്ന മാനസികവും രോഗപീഠാദികൾ കൊണ്ടും വിഷമിച്ചു കഴിയുന്നവർക്ക് ധ്യാനം ഒരു ദിവ്യമായ ഔഷധം പോലെ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണ ക്രിയ എന്ന രീതിയിലൂടെ നിങ്ങളെ ശുദ്ധമാക്കി നിങ്ങളുടെ അന്തരംഗം, നിങ്ങളുടെ ചിത്തം, നിങ്ങളുടെ സർവവും ശരീരത്തിൽ ദുഷ്ട അണുക്കൾ എല്ലാം നീക്കി സുഖപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഭൂമിയിൽ നയിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചിരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി.